ഓം നമോ ഭഗവതേ വാസുദേവായ. നാളെയാണ് ധനുമാസത്തിലെ തിരുവാതിര. ധനുമാസത്തിലെ മകീരം നാളെയാണ്. ശ്രീ പരമേശ്വരന്റെ തിരുനാളായ തിരുവാതിര ധനുമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സ്ത്രീ പ്രധാനമായ ദിവസം കൂടിയാണ്. ദീർഘമാംഗല്യത്തിനും ഉത്കൃഷ്ട ഭർത്തൃലാഭത്തിനും സുഖസമൃദ്ധവും ധർമ്മനിരതയുമായ ജീവിതലബ്ധിക്കും വേണ്ടി ഉമാമഹേശ്വര പ്രീതിക്കായി സ്ത്രീകൾക്ക് വ്രതമനുഷ്ഠിക്കാൻ ഉത്തമമായ ദിവസം കൂടിയാണ്. ദാമ്പത്യ സൗഖ്യത്തിനും ശ്രീ പരമേശ്വരന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി ശ്രീ പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമാണ്. തിരുവാതിര വ്രതം കുടുംബജീവിതത്തെ ആനന്ദപ്രദവും ഐശ്വര്യസമ്പൂർണവും ആക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം. സുമംഗലികൾ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും കന്യകമാർ ഭർതൃലബ്ധിക്കുമായാണ് പ്രധാനമായി ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. മകേരം നാളിലെ വ്രതം മക്കളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ്. ഇന്നും നാളെയും വ്രതമെടുക്കുന്നവർ വ്രതനിഷ്ഠ പൂർണ്ണമായും പാലിക്കണം. വിശ്വാസപൂർവമുള്ള ഈശ്വരഭജനവും അനിവാര്യമാണ്. ശ്രീ മഹാദേവനെയും ശ്രീ പാർവതീദേവിയെയുമാണ് തിരുവാതിര വ്രതവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉപാസിക്കേണ്ടത്. വ്രതദിവസങ്ങളിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും ദർശനം നടത്തണം. കൂടാതെ ശിവന് ധാര, കൂവളമാല, അർച്ചന തുടങ്ങിയ വഴിപാടുകളും പാർവതീദേവിക്ക് നെയ്വിളക്ക്, പായസം നിവേദ്യം തുടങ്ങിയ വഴിപാടുകളും ചെയ്യുന്നത് ഉത്തമമാണ്. ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, ഉഷഃപൂജ, അത്താഴപൂജ എന്നിവകളിൽ പങ്കുചേരുന്നതും ഐശ്വര്യദായകമാണ്. തിരുവാതിര ദിവസം ഇളനീര്, പനിനീര്, നെയ്യ്, തൈര്, തേന്, കരിമ്പ് നീര്, എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം എന്നിവ കൊണ്ട് അഭിഷേകം നടത്തുന്നതും ദോഷങ്ങൾ അകന്ന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ ഉപകരിക്കും. ഈ 2 ദിവസവും ശിവപാർവതി പ്രീതിക്ക് പാർവതി വല്ലഭാഷ്ടകം ജപിക്കാം. ഓം പരമേശ്വരായ നമഃ. ഓം പാർവതി വല്ലഭായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.